Hi friends, welcome to Veranda Race YouTube channel. എൻ്റെ പേര് ഗോകുൽ എന്നാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ SSCക്കകത്ത് ചോദിക്കുന്നത് SSCക്കകത്ത് മെയിനായിട്ട് ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട സെക്ഷൻ തന്നെയാണ്. അതിനകത്ത് തന്നെ നമുക്ക് സാധാരണ രീതിയിൽ ഓരോ ടോപ്പിക്ക് ബേസ് പഠിച്ച് പോകാനായി ആണെങ്കിൽ എന്ത് ചെയ്യും, ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കിയിട്ട് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ അടിസ്ഥാനമാക്കി പറയാം. ആ ഭാഗത്ത് നിന്ന് പറഞ്ഞിട്ട് അതിൽ കൂടുതലായിട്ട് അതിനകത്തേക്ക് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതിനെ പറ്റി പറയാനുള്ളൊരു സെക്ഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ വേറെയും വീഡിയോസ് പോകുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതും കണ്ടുപോവുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ ഒരുപാട് ഏരിയ എളുപ്പത്തിൽ കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. അതിന് കടക്കുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, SSC ബാങ്ക് PSC ഇതിലെന്തെങ്കിലും ഇതിനെ പറ്റി അറിയാനുള്ളത് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അതുപോലെ അപ്ലൈ ചെയ്യുന്നത് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട്, അതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ നിന്നുള്ള എക്സ്പേർട്സ് നിങ്ങളെ കോൾ ചെയ്യും, നിങ്ങൾക്കുള്ള ഡൗട്ട്സുകളെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനോടൊപ്പം വീഡിയോയിലേക്ക് അങ്ങ് പോവാം. ഒരുപാട് നീട്ടുന്നില്ല, വീഡിയോയിലേക്ക് പോവുകയാണ്. ഞാൻ വീഡിയോ അസൈൻ ചെയ്തേക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളൊരു SSC എക്സാമിന് പോകുമ്പോൾ ജനറൽ അവയർനെസ്സിന് സാധാരണ എത്ര ടൈം ആയിരിക്കും എടുക്കുക, നിങ്ങൾ തന്നെ നോക്കുക എത്ര ടൈം ആയിരിക്കും എടുക്കുക. നമ്മൾ പെട്ടെന്ന് പോകണം. നമുക്ക് ജനറൽ അവയർനെസ് മാത്രമല്ല നമ്മുടെ പരീക്ഷ എന്ന് പറഞ്ഞാൽ ബാക്കി മാത്സും റീസണിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ മാത്സിനൊക്കെ കൂടുതൽ ടൈം എടുക്കുന്നത് കൊണ്ട് തന്നെ സാധാരണ കൂടുതൽ ആൾക്കാരും ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ആദ്യത്തെ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിനകത്ത് 25 GA ക്വസ്റ്റ്യൻ അങ്ങ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ രീതിക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ GA ക്വസ്റ്റ്യന് വളരെ കുറച്ച് സമയം മാത്രമേ എടുക്കാവൂ. അങ്ങനെ സമയം എടുക്കുന്ന രീതി തന്നെയാണ് ഞാനിവിടെ അസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. കാരണം നിങ്ങൾക്കൊരു ഞാനിപ്പം അടുത്ത സ്ലൈഡിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ആവും, ഒരു ടൈമറും കൂടെ സൈഡിൽ കാണും, 5 സെക്കൻഡ് സമയം കാണും. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ആ 5 സെക്കൻഡ് സമയത്തിൽ അതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. അത്രയും മാത്രമേ നമ്മൾ പരീക്ഷയിലും ചെയ്യുന്നു. ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുന്നു, നമുക്കറിയാമോ ഓപ്ഷൻ അറിയാമെങ്കിൽ എന്ത് ചെയ്യും, അത് ക്ലിക്ക് ചെയ്യുന്നു, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അതേ രീതി തന്നെയാണ് ക്വസ്റ്റ്യൻ അസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ടിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ അല്ലേ? ആ 5 സെക്കൻഡ് സമയവും അവിടെ തന്നെ അങ്ങ് കഴിഞ്ഞേക്കാണ്. ഇത്രയേ ഉള്ളൂ, 5 സെക്കൻഡ് സമയം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഈസ് യൂസ്ഡ് ആസ് സാഫ്രോൺ? സാഫ്രോൺ എന്ന് പറയുന്ന ഒരു പൂ ഉണ്ട്, അറിയാലോ. നമ്മൾ സാധാരണ പറയുന്ന ഒരു കുങ്കുമപ്പൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. കുങ്കുമപ്പൂവിന്റെ പ്രത്യേകത ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യും, കൺസ്യൂം ചെയ്യും. വെളുക്കാനായിട്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് കൺസ്യൂം ചെയ്യുന്ന സാധനമാണ് കുങ്കുമപ്പൂ എന്ന് പറഞ്ഞാൽ. ഇവിടെ അതിന്റെ വിലയും നല്ല കൂടുതലാണ്. അതിന്റെയൊക്കെ കാരണം എന്താണെന്ന് പറയാം. അപ്പൊ അതിന് മുന്നേ തന്നെ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ ഏതെന്നായിരിക്കും എടുത്തിരിക്കുക? ക്വസ്റ്റ്യന്റെ ആൻസർ ഏതായിരിക്കും? നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണ ഉണ്ടോ? നിങ്ങൾ എടുത്ത ആൻസർ ഏതാണ്? എടുത്ത ആൻസർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ആൻസർ ഏതാണ്? C ആണ്. നിങ്ങൾ എടുത്തത് ഏതോ ആയിക്കോട്ടെ. സാധാരണ രീതിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്ക് എടുക്കാൻ തോന്നുന്നത്, ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് എടുക്കാൻ തോന്നുന്ന ഓപ്ഷൻ ഏതായിരിക്കും? പെറ്റൽസ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും എടുക്കാൻ തോന്നുന്നത്. പക്ഷെ എന്ത് ചെയ്തു, അതിന്റെ ഓപ്ഷൻ പെറ്റൽസ് അല്ല. എന്താണ് ഓപ്ഷൻ വരുന്നത്? സ്റ്റൈൽ ആൻഡ് സ്റ്റിഗ്മയാണ് ഓപ്ഷൻ വരുന്നത്. ഈ പെറ്റൽസ്, സ്റ്റേമൻ, സ്റ്റൈൽ, സ്റ്റിഗ്മ, സെപ്പൽ ഇതൊക്കെ എന്താണെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് ആദ്യം അത് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഒന്ന് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിക്ചർ ഞാൻ കൊണ്ടുവന്നേക്കുന്നത്. ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പലരും സ്കൂൾസ്, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി പഠിക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ള ഒരു പിക്ചറാണല്ലേ. ഫ്ലവറിനെ പറ്റി പഠിക്കുന്ന ഒരാൾ സയൻസ് വിഷയം പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു ഫിഗർ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞായിരിക്കും ഇവിടേക്ക് വരുന്നത്. ഇവിടെ ഒരു ഫ്ലവറിന്റെ ബേസിക് ഒരു ഡയഗ്രാം ആണ്. ആ ഡയഗ്രാമിനകത്ത് ഫ്ലവറിന്റെ എല്ലാ പാർട്സും എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ പാർട്സുകളാണ് മാർക്ക് ചെയ്തേക്കുന്നത്? ആദ്യം നമ്മളൊരു ഫ്ലവർ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും ശ്രദ്ധിക്കുക? ആദ്യം ശ്രദ്ധിക്കുന്നത് ഈ ഒരു ഭാഗമായിരിക്കും, പെറ്റല്. നമുക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആകുന്നത് പെറ്റല് ഒരു ഫ്ലവറിന് കൊടുക്കുന്നത്. പെറ്റലിന്റെ ഉപയോഗം തന്നെ എന്തിനാണ് വേണ്ടിയിട്ടാണ് പെറ്റല് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ തന്നെ പ്രാണികളെ ആകർഷിക്കുക അല്ലെങ്കിൽ ഇൻസെക്ട്സിനെ ആകർഷിക്കുക എന്നുള്ള രീതിയിലാണ്, അല്ലെ? ഇൻസെക്ട്സിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് പെറ്റൽ കൊടുക്കുന്നത്. എന്നാൽ മാത്രമേ അവിടെ പോളിനേഷൻ പോലുള്ള കാര്യങ്ങൾ നടക്കത്തുള്ളൂ, അല്ലെ? അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്ന കാര്യം തന്നെ പെറ്റൽസ് ആണ്. പെറ്റൽസിന്റെ യൂസ് ആണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്. പെറ്റൽസിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? അട്രാക്ഷൻ ആണ്, അല്ലെ? പെറ്റൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. പെറ്റൽസിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? അട്രാക്ട് ചെയ്യാനായിട്ട്. നമ്മളെ ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ഇൻസെക്ട്സിനെ ആണെങ്കിലും എല്ലാവരും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെറ്റൽസ് എന്ന് പറഞ്ഞാൽ. അടുത്ത എന്തായിരിക്കും നമ്മൾ അടുത്ത കാണുന്നത്? നമ്മൾ ഈ ഒരു ഗ്രീൻ കളർ ഭാഗം എല്ലാത്തിലും കാണാറുണ്ട്. ഈ ഗ്രീൻ കളർ ഭാഗം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഈ ഒരു ഭാഗം, ഈ കാണുന്ന ഈ ഒരു സാധനം എല്ലാവരും കാണുന്നുണ്ട്. അത് ആദ്യമേ നമ്മൾ കാണുന്നത് ഈ ഒരു പെറ്റൽ കാണുന്നതിന് മുന്നേ നമ്മൾ കാണപ്പെടുന്ന ഭാഗമാണ് ഈ ഒരു ഗ്രീൻ കളർ ഭാഗം എന്ന് പറഞ്ഞാൽ. അതിന്റെ പേരെന്തായിരുന്നു? ആ ഗ്രീൻ കളർ ഭാഗത്തിന്റെ പേരാണ് എന്തെന്ന് പറഞ്ഞാല് സെപ്പൽ എന്ന് പറഞ്ഞാൽ.
ഇതിന്റെ യൂസ് എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ, ഇത് ഈ ഒരു ചെടി ആദ്യം പൂക്കുന്നതിന് മുമ്പേ മൊട്ടായിട്ടിരിക്കും അല്ലെ, ബഡായിട്ടിരിക്കുന്ന സമയത്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ആര് ചെയ്യുന്നത്, സെപ്പൽ ചെയ്യുന്നത് അല്ലെ. സെപ്പലിന്റെ ഫംഗ്ഷൻ എന്താണ്, ആ ഒരു ബഡിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ രണ്ട് പാർട്ട് പറഞ്ഞു. ഏതൊക്കെയാണ് പറഞ്ഞത്, പെറ്റലും സെപ്പലും. ആദ്യം കാണപ്പെടുന്ന ആരായിരിക്കും, നമ്മൾ സെപ്പലിനെ കണ്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ ആരെ കാണുന്നത്, പെറ്റലിനെ കാണുന്നത്. ഓക്കെ അല്ലേ, ഇവിടെ സെപ്പലും പെറ്റലും. ഓക്കെ, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ പറഞ്ഞ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, സ്റ്റൈലും സിഗ്മയും ആയിരുന്നു. ഈ സ്റ്റൈലും സിഗ്മയും ഒരു ഫ്ലവറിനകത്ത് എന്തായിട്ടാണ് വരുന്നത്, ഒരു ഫ്ലവർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്ലാന്റിന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ് ഫ്ലവർ, അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആണ് എന്തെന്ന് പറഞ്ഞാൽ ഫ്ലവർ എന്ന് പറഞ്ഞാൽ. അതിനകത്ത് മെയിലും വരും ഫീമെയിലും വരും അല്ലെ, മെയിലും ഫീമെയിലും വരുന്നുണ്ട്. ഈ മെയിലുണ്ട് ഫീമെയിലുണ്ട്. ഇതിൽ സ്റ്റൈലും സിഗ്മ എന്ന് പറഞ്ഞാൽ മെയിലാണോ ഫീമെയിൽ ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സ്റ്റൈൽ ആൻഡ് സിഗ്മ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെ ആൻസർ ആയിട്ട് വരുന്ന സ്റ്റൈൽ ആൻഡ് സിഗ്മ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റൈലും സിഗ്മ എന്തൊക്കെയാണ്, സ്റ്റൈലും സിഗ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിന്, ഒരു ഫ്ലവറിനകത്ത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടാണ് സ്റ്റൈൽ ആൻഡ് സിഗ്മ വരുന്നത്. അതിനെ രണ്ടിനെയും കൂടെ ഒന്നിച്ച് ചേർത്ത് എന്തെന്ന് പറയുന്നു, പിസ്റ്റിൽ എന്ന് പറയുന്നു. അതിനെ രണ്ടും കൂടെ ഒന്നിച്ച് ചേർത്ത് എന്ന് പറയുന്നു, പിസ്റ്റിൽ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ആന്തറും ഫിലമെന്റും. അതിനെ രണ്ടിനെയും കൂടെ ഒന്നിച്ച് ചേർത്താണ് എന്തെന്ന് പറയുന്നത്, സ്റ്റേമൻ എന്ന് പറയുന്നത്. അപ്പം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ പിസ്റ്റിലും മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ സ്റ്റേമനും ആണുള്ളത്. ഇവർ രണ്ടുപേരും നോക്കുകയാണെങ്കിൽ ഈ സ്റ്റൈലും സിഗ്മയും കണ്ടല്ലോ, ഇതിനകത്താണ് എന്തെന്ന് പറയുന്നത്, ഓവറി എന്ന് പറയുന്ന ഭാഗം വരുന്നത്. ഈ ഓവറിക്കകത്താണ് ഒവ്യൂൾസ് ഉള്ളത്. ഒവ്യൂൾസ് അല്ലെങ്കിൽ എഗ് എന്ന് പറയാം നമുക്ക്. ഈ റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ഒരു പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും നടക്കുക, ഒരു ഇൻസെക്ട് വന്നിരിക്കുന്നു, അതിന്റെ ചിറകിലും കാലിലും ഒക്കെ ആയിട്ട് എന്താണ് പോളൻ ഗ്രെയിൻസ് തട്ടുന്നു. അത് മറ്റൊരു പൂവിലേക്ക് പോകുന്ന സമയത്ത് ഈ ഭാഗമായ നമ്മൾ ഏത് ഭാഗത്താണ്, ഈ മുകളിൽ വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഏതാണ്, സ്റ്റിഗ്മയിലാണ്. സ്റ്റിഗ്മയിൽ എന്ത് ചെയ്യും, സ്റ്റിഗ്മയിൽ ഇത് ഈ പൂവിലേക്ക് വന്നിരിക്കുന്ന സമയത്ത് അതിന്റെ ദേഹത്ത് നിന്ന് പോളൻ ഗ്രെയിൻസ് എവിടെ വീഴും, ഈ സ്റ്റിഗ്മയിൽ വീഴുകയും അവിടെ നിന്ന് നേരെ ഏത് വഴി, സ്റ്റൈൽ വഴി ഓവറിയിലെത്തി ബാക്കിയുള്ള ഫെർട്ടിലൈസേഷൻ നടക്കുകയും കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്, ഈ ഒരു ഫീമെയിൽ പാർട്ടിൽ നടക്കുന്നത്. അപ്പൊ ഫീമെയിൽ പാർട്ടിനെ കംപ്ലീറ്റ് ആയിട്ട് പറയുന്ന പേരാണ് പിസ്റ്റിൽ എന്നും, അതുപോലെ തന്നെ മെയിൽ പാർട്ടിനെ കംപ്ലീറ്റ് ആയിട്ട് പറയുന്ന പേരാണ് സ്റ്റേമൻ എന്നും. സ്റ്റേമനും ഇതുപോലെ രണ്ട് ഡിവിഷൻ ഉണ്ട്. എന്തൊക്കെയാണ്, ആന്തറും ഫിലമെന്റും അല്ലെ, രണ്ട് ഡിവിഷൻ ഉണ്ട്, ആന്തറും ഫിലമെന്റും ആണുള്ളത്. ഈ ആന്തറിനകത്താണ് നേരത്തെ പറഞ്ഞു പോളിനേഷൻ നടക്കുന്ന സമയത്ത് പോളൻ ഗ്രെയിൻസിന്റെ കാര്യം പറഞ്ഞു. ആ പോളൻ ഗ്രെയിൻസ് എവിടെയാണ് കാണപ്പെടുക, ഈ ആന്തറിനകത്താണ് കാണപ്പെടുക. ഓക്കെ അല്ലേ, കിടിലായിട്ട് ആന്തറിനകത്ത് നല്ല അറിഞ്ഞിരിക്കുന്ന രീതിയിലായിരിക്കും പോളൻ ഗ്രെയിൻസ് ഇരിക്കുന്നത്. അതിന്റെ സമയമാകുമ്പോൾ എന്ത് ചെയ്യും, അത് ബ്രേക്ക് ചെയ്യുന്നു, അതിനകത്തുനിന്ന് പോളം ഗ്രെയിൻസ് വരുന്നു, അതിനൊരു ഇൻസെക്ട് എന്ത് ചെയ്യുന്നു, പാസ് ചെയ്ത് മറ്റൊരു ഫ്ലവറിലേക്ക് കൊണ്ടുപോകുന്നു, ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ ഇത് ബേസിക് കാര്യങ്ങളാണ്, ഓപ്ഷനിൽ ഓരോ കാര്യങ്ങളും അങ്ങ് പറഞ്ഞു പോയതാണ് ബേസിക് ആയിട്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, നമ്മുടെ സാഫ്രോണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അടുത്ത പറയാനായിട്ടുള്ളത്. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, സാഫ്രോൺ ഈസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് സ്പൈസ് ഇൻ ദ വേൾഡ് അല്ലെ, ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന ഒരു സ്പൈസ് ആണ് ആരെന്ന് പറഞ്ഞാൽ സാഫ്രോൺ എന്ന് പറഞ്ഞാൽ. കാരണം എന്തായിരിക്കും, നേരത്തെ പറഞ്ഞു സാഫ്രോൺ ഉപയോഗിക്കുന്നത് സ്റ്റൈലും സിഗ്മയാണ്. സിഗ്മയും സ്റ്റൈലുമാണ് എന്തുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, സാഫ്രോൺ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന്റെ വില കൂടാൻ കാരണം തന്നെ അതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലാസ്റ്റ് ഒരു സെന്റൻസ് ഉണ്ട്, അറൌണ്ട് 150 ഫ്ലവർ വിൽ ബി പ്രൊഡ്യൂസ് 1 gram ഓഫ് സാഫ്രോൺ അല്ലേ. 150 പൂക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, 1 gram സാഫ്രോൺ ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അത് എന്തുമാത്രം പണിയാണെന്ന് ആലോചിക്കുക. ഒരുപാട് പൂക്കൾ ഇങ്ങനെ വളർത്തിയെടുക്കുക, അതിൽ നിന്ന് പൂക്കളെ ഇങ്ങനെ പിക്ക് ചെയ്ത് അതിനകത്തുനിന്ന് എന്ത് ചെയ്യുക, ഈ സ്റ്റൈലിഷ് സിഗ്മയെ മാത്രം എടുത്ത് മാറ്റുക. നിങ്ങളൊരു സാഫ്രോൺ പൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു 3 സ്റ്റൈൽ സിഗ്മ പാർട്ടുകൾ കാണും. അതിനെന്ത് ചെയ്യണം, 3നെ പിക്ക് ചെയ്ത് മാറ്റി അതിനെ സൂക്ഷിച്ച് പിന്നെ അതിനെ ഉണക്കി കാര്യങ്ങൾ അങ്ങനെ പ്രോസസ്സ് പോകും. അപ്പൊ ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ആവശ്യമുണ്ട്, അവർക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോസസ്സിന്റെ എക്കോണമി എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്പൈസ് സാഫ്രോൺ എന്ന് പറയുന്ന സ്പൈസിന് എന്ത് കൂടുന്നത്, ഏറ്റവും വില മതിപ്പുള്ള സ്പൈസ് ആയിട്ട് മാറുന്നത്. അല്ലേ, ഇനി നമ്മുടെ ലോകത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സാഫ്രോൺ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആരൊക്കെയാണ്, ഇറാൻ, ഇന്ത്യ, സ്പെയിൻ, ഗ്രീസ്, ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ സാഫ്രോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൽ തന്നെ ഇറാനിലാണ് ഏറ്റവും ബെസ്റ്റ് സാഫ്രോൺ. ഇറാനിൽ നിന്ന് വരുന്ന സാഫ്രോൺ ഏറ്റവും ബെസ്റ്റ് സാഫ്രോൺ. അത് തന്നെ അവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാഫ്രോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മുടെ ഇന്ത്യക്ക് ഇതിനകത്തൊരു നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞാൽ. കാരണം എന്ന് പറഞ്ഞാൽ പാമ്പർ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്തുണ്ടാക്കുന്നത്, സാഫ്രോൺ ഉണ്ടാക്കുന്ന ഒരു റീജിയനാണ് ആരെന്ന് പറഞ്ഞാൽ പാമ്പർ റീജിയൻ. എവിടെയാണ് കാണപ്പെടുന്നത്, കാശ്മീരിലാണ് കാണപ്പെടുന്നത്. ഒരുപാട് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നില്ല, വേൾഡിൽ മൊത്തം ഉണ്ടാക്കുന്നത് നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച്, ഏകദേശം ഒരു 5-8% മാത്രമേ എവിടെ നിന്ന് നമുക്ക് പോകുന്നുള്ളൂ, ഇന്ത്യയിൽ നിന്ന് പോകുന്നുള്ളൂ. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള സാഫ്രോൺ ആണ് ഇവിടെ നിന്ന് പോകുന്നത്. പല രീതിയിലുള്ള
സാഫ്രോണുകളുണ്ട്. അതിൽ തന്നെ ഏകദേശം നല്ല ക്വാളിറ്റിന്റെ ബേസിലാണ് ഈ ഒരു ഡിവിഷൻ വരുന്നത്. ഇന്ത്യ, ഇറാൻ, ഇന്ത്യ, സ്പെയിൻ, ഗ്രീസ്. ഇവിടെ ക്വാളിറ്റി നോക്കുമ്പോൾ ഏകദേശം ഒരു നല്ല ക്വാളിറ്റി ഉള്ള സാഫ്രോൺ ആണ് എവിടെ നിന്ന് പോകുന്നത്? പാംബോർ റീജിയൻ, നമ്മുടെ പാംബോർ റീജിയനായ ഇവിടെ കാശ്മീരിലുള്ള പാംബോർ റീജിയനിൽ നിന്ന് പോകുന്നത്. അതിനെ മറ്റൊരു പേരിൽ ആ പാംബോർ റീജിയൻ അറിയപ്പെടുന്നു എന്തെന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്? സാഫ്രോൺ ബൗൾ ഓഫ് ഇന്ത്യ എന്നുള്ള രീതി, അല്ലെങ്കിൽ സാഫ്രോൺ ബൗൾ ഓഫ് കാശ്മീർ എന്നുള്ള രീതിയിലാണ് ആരറിയപ്പെടുന്നത്? ഈ ഒരു പാംബോർ റീജിയൻ അറിയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിലുള്ള കാര്യങ്ങൾ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ കവർ ചെയ്യുന്നു എന്നുള്ളതിലല്ല കാര്യം. ഇതാണ് പറഞ്ഞത്, നമുക്ക് ഒരുപാട് കവർ ചെയ്യാനുണ്ട്. ഒരു സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു പോർഷൻ എടുത്തു പോവുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്ത് പോകണം. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു എന്നുള്ള രീതിയിൽ കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അല്ലാതെ കവർ ചെയ്യുന്നതിനെക്കാട്ടിലും പല ഭാഗത്തു നിന്ന് ഒരുപാട് പോർഷൻ കവർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്നെ ടൈമർ കാണും, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക. ടൈമറിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ വരികയാണ്. ഗ്രാവിസ് ഡിസീസ് ഈസ് കാസ്ഡ് ഡ്യൂ ടു, എന്താണ് കാരണമാവുന്നത്? ഗ്രാവിസ് ഡിസീസിന് കാരണമാവുന്ന എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടൈം കഴിഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും ആൻസർ? എന്തായിരിക്കും? കുറെ പേർക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടിക്കാണും. ആൻസർ വന്നിട്ടുണ്ട്, ഡിസ്പ്ലേയിൽ തെളിഞ്ഞിട്ടുണ്ട്. എന്താണ് ആൻസർ എന്ന് പറഞ്ഞാൽ എ, ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറഞ്ഞാൽ. എന്താണ് ആൻസർ എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ആക്ടിവിറ്റി ഓഫ് തൈറോയിഡ്. തൈറോയിഡിന്റെ ഹൈപ്പർ ആക്ടിവിറ്റി കാരണമാണ് എന്തുണ്ടാവുന്നത്? ഗ്രാവിസ് ഡിസീസ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു അല്ലേ? തൈറോയിഡിന്റെ ഹൈപ്പർ ആക്ടിവിറ്റി എന്നാണ് പറയുന്നത്. തൈറോയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ആദ്യം തൈറോയ്ഡ് എന്താണെന്ന് അറിയണം. തൈറോയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ നിന്നുള്ള എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം. തൈറോയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്ലാൻഡ് ആണ്. നമ്മളെ ശരീരത്തിൽ തന്നെ ഒരുപാട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ശരീരത്തിന് വളരെ ആവശ്യമായിട്ടുള്ള ഒരുപാട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ആണ് ആരെന്ന് പറയുന്നത്? തൈറോയ്ഡ് എന്ന് പറയുന്നത്. ഒരുപാട് ഹോർമോൺസ് എന്നല്ല, 2-3 ഹോർമോൺസ് ഉണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ എല്ലായിടത്തും കണ്ടുവരുന്ന 2 ഹോർമോൺസേ ഉള്ളൂ. എന്നാലും നോക്കാം, ആ ഹോർമോൺസിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ അധികം ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് എന്ത് ചെയ്യുന്നു? അത് വർക്ക് ചെയ്യുന്നു. ഓവറായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് കാരണം ഉണ്ടാവുന്ന ഡിസീസ് ആണ് എന്ന് പറഞ്ഞാൽ ഗ്രാവിസ് ഡിസീസ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ആദ്യം പറയുന്നത് ആ ഒരു തൈറോയ്ഡ് ഗ്ലാൻഡിനെ പറ്റിയാണ്. സിറ്റുവേറ്റഡ് ഓൺ ദ ഏതർ സൈഡ് ഓഫ് ദ ട്രക്കിയ ജസ്റ്റ് ബിലോ ദ ലാരിങ്സ് അല്ലേ? ലാരിങ്സ് എന്താണെന്ന് അറിയാം. ലാരിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗണ്ടും അതുപോലെ നമുക്ക് ഇവിടെ 2 കുഴലുകളുണ്ട് അല്ലേ? എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഒന്നെന്ന് പറഞ്ഞാൽ ഫുഡും, മറ്റേതെന്ന് പറഞ്ഞാൽ നമുക്ക് ശ്വസിക്കാൻ വേണ്ടിയിട്ടുമാണ്. ഇപ്പൊ ലാരിങ്സ് എന്നതിന്റെ മുകളിൽ കാണപ്പെടുന്ന ഒരു കവറിങ് ആണ്. ഇതെന്തിനാണ് സഹായിക്കുന്നത്? നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കരുത്, മണ്ടയിൽ കയറി അങ്ങനെയൊക്കെ പറയുന്നത് കണ്ടിട്ടില്ലേ? അതെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ലാരിങ്സ് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു കണക്ഷൻ വരാതെ പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആ ഒരു വിൻ പൈപ്പിനകത്തേക്ക് എന്ത് പോകുന്നത്? ഫുഡിന്റെ ഐറ്റംസ് ചെറുതായിട്ട് പോവുകയും അതാണ് നമുക്ക് പെട്ടെന്ന് വിക്കലൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത്. ആ ഒരു ഭാഗമാണ് ലാരിങ്സ് എന്ന് പറഞ്ഞാൽ. അതിന്റെ താഴെ ആയിട്ടാണ് നമ്മൾ ആര് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ തൈറോയിഡ് ഗ്ലാൻഡ് കാണപ്പെടുന്നത്. ഓക്കെ അല്ലേ? തൈറോയിഡ് ഗ്ലാൻഡ് കാണപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ ആ ലാരിങ്സിന്റെ താഴെയാണ്. ലാരിങ്സിന്റെ മറ്റൊരു പേരാണ് ആദം ഷാപ്പിൾ. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ലാരിങ്സിന്റെ മറ്റൊരു പേര് ആദം ഷാപ്പിൾ ആണെന്ന്. അവര് ഞാൻ പറഞ്ഞു തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഒരുപാട് ഹോർമോണിന്റെ പ്രൊഡക്ഷൻ ആണ്. അപ്പൊ മെയിൻ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ഹോർമോണിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെയാണ്? തൈറോക്സിനും കാൽസിറ്റോണിനും അല്ലേ? തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള 2 ഹോർമോണാണ്. ഏതൊക്കെയെന്ന് പറഞ്ഞാൽ തൈറോക്സിനും കാൽസിറ്റോണിനും എന്ന് പറഞ്ഞാൽ. ഇനി ഇതിന്റെ ഹൈപ്പർ ആക്ടിവിറ്റി കാരണമാണ് ഗ്രാവിസ് ഡിസീസ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാവുന്നത്. അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗ്രാവിസ് ഡിസീസിന്റെ ആ ഒരു സിംറ്റം എന്താവാം? അത് ഈ ഒരു ഹോർമോണിന്റെ കാര്യങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. തൈറോക്സിൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? തൈറോക്സിൻ എന്ന് പറഞ്ഞാൽ തൈറോക്സിൻ എൻഹാൻസസ് ബേസൽ മെറ്റബോളിക് റേറ്റ്, എക്സസീവ് എലിമിനേഷൻ ഓഫ് വാട്ടർ ത്രൂ യൂറിൻ അല്ലേ? ഈ തൈറോക്സിൻ കൂടുതലായി, തൈറോക്സിന്റെ ഫംഗ്ഷൻ ആണ് പറഞ്ഞത് എന്തിനാ? ബേസിക് മെറ്റബോളിക് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഫംഗ്ഷൻസ്, സാധാരണ രീതിയിലുള്ള എല്ലാ ഫംഗ്ഷൻസും നടക്കാനായിട്ട് ആരുടെ ആവശ്യമുണ്ട്? തൈറോക്സിൻ എന്ന് പറയുന്ന ആ ഒരു ഹോർമോണിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ആ തൈറോക്സിൻ കൊണ്ടുവരുന്ന ആരാണ്? നമ്മൾ തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ മെറ്റബോളിക് റേറ്റും എക്സസീവ് എലിമിനേഷൻ ഓഫ് വാട്ടർ ത്രൂ യൂറിൻ. എന്താണ്? നമ്മുടെ ശരീരത്തിൽ ഒരുപാടായിട്ടുള്ള വെള്ളം വരികയാണെങ്കിൽ അത് യൂറിനായിട്ട് മാറണം. യൂറിനായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അതിനാ ഒരു മാറ്റം വരുത്താനായിട്ട് സഹായിക്കുന്ന ആരാണ്? തൈറോക്സിൻ എന്ന് പറയുന്ന ആ ഒരു ഹോർമോണാണ് അല്ലേ? തൈറോക്സിൻ എന്ന ഹോർമോണാണ് അതിന് വേണ്ടി സഹായിക്കുന്നത്. അപ്പൊ നോക്കുക, ഇത് 2 കാര്യങ്ങളും പറഞ്ഞു. ഇത് രണ്ടുമാണ് ആരുടെ ഫംഗ്ഷൻ? തൈറോക്സിന്റെ ഫംഗ്ഷൻ. തൈറോക്സിൻ ഒരു ഹോർമോൺ ആയുള്ളൂ. ഇനി ഒരു ഹോർമോൺ കൂടെ ഉണ്ട്. ആരാണ്? കാൽസിറ്റോണിനാണ് അടുത്ത ഹോർമോൺ എന്ന് പറയുന്നത്. കാൽസിറ്റോൺ എന്തിനാണ് സഹായിക്കുന്നത്? കൺട്രോൾസ് ദ ഹൈയസ്റ്റ് ലെവൽ ഓഫ് കാൽസ്യം ഇൻ ബ്ലഡ് അല്ലേ? നമ്മുടെ ബ്ലഡിനകത്ത് കാൽസ്യത്തിന്റെ അളവ് വരാം. കാൽസ്യം നമ്മുടെ പല്ല്, ഈ കാര്യങ്ങൾക്ക് എന്തിന്റെ ആവശ്യമുണ്ട്? കാൽസ്യത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ ഫുഡിൽ കൂടെ കാൽസ്യം കൺസ്യൂം ചെയ്യും. നമ്മൾ ഒരുപാടും ഈ മീറ്റ്, അതുപോലെ തന്നെ ഫിഷ്, ഇതൊക്കെ എഗ്, ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരുപാട് കാൽസ്യം നമ്മുടെ ബോഡിയിലേക്ക് വരുന്നുണ്ട്. ഇത് നല്ല രീതിയിൽ ഓവർ ആവുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? നമുക്ക് ഒരുപാട്
ഫിസിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാക്കും. ആ ഒരു ഇഷ്യൂസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കും? നമുക്ക് കാൽസിറ്റോൺ എന്ന് പറയുന്ന ആ ഒരു ഹോർമോൺ സഹായിക്കും. അപ്പൊ ഈ രണ്ട് ഹോർമോണിന്റെ ഫംഗ്ഷൻ പറഞ്ഞു. ഈ ഫംഗ്ഷനിലാണ് മാറ്റം വരുന്നത്. കൂടുതലായിട്ട് ഇവർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ പറയുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് നടക്കും. ഒരുപാട് മെറ്റബോളിക് റിയാക്ഷൻ നടന്നാൽ നമുക്ക് അത്രയും ഇൻടേക്ക് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഫുഡ് ഒരുപാട് കഴിക്കുകയാണെങ്കിൽ അല്ലേ ഒരുപാട് മെറ്റബോളിക് റിയാക്ഷൻ നടക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് ഫംഗ്ഷൻ ബോഡി ചെയ്യുമെങ്കിലല്ലേ ഒരുപാട് മെറ്റബോളിക് റിയാക്ഷൻ നടക്കേണ്ട ആവശ്യമുള്ളൂ. അതൊന്നും ചെയ്യാതിരുന്ന് വെറുതെ ഒരുപാട് മെറ്റബോളിക് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതെന്തായാലും ബോഡിക്ക് ഒരു ഫിസിക്കലി എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് എന്തെങ്കിലും കൊണ്ടുവരും. എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മെറ്റബോളിക് റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ വെയിറ്റ് ലോസ് അതാണ് മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ. ഒരുപാട് എന്ത് ചെയ്യും? വെയിറ്റ് പെട്ടെന്ന് കുറയുക, ആൾ ഉണങ്ങിപ്പോവുക, അതുപോലെ തന്നെ ആൻസൈറ്റി ഇഷ്യൂസ്, ഭയങ്കര പ്രഷർ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യും? ഈ തൈറോക്സിന്റെ കൂടുതലുള്ള ഇത് കാരണം ഉണ്ടാവും. അതുപോലെ തന്നെ കാൽസിറ്റോൺ ഇതും കൂടുതൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരുപാട് കാൽഷ്യത്തിന് ബ്ലഡിൽ നിന്ന് എടുത്തു പോകും. അത് നമുക്ക് എന്ത് ചെയ്യും? ഈ പല്ല് പോലുള്ള ഭാഗങ്ങളിൽ അതും പ്രശ്നമായിട്ട് മാറും. അപ്പൊ മനസ്സിലായല്ലോ ഈ ഒരു എന്തുകൊണ്ടാണ് ഗ്രാവിസ് ഡിസീസ് വരുന്നത്. അതിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ തന്നെയാണ് വെയിറ്റ് ലോസ്, ആൻസൈറ്റി ഇഷ്യൂസ്, അതൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ. അതിന് കാരണമാവുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് എന്ത് ചെയ്യുന്നു? അത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ അത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പർ ആക്ടിവിറ്റി ഒരുപാട് വർക്ക് ചെയ്യുന്നതിന്റെ കാരണമായി മാറുന്നത് തന്നെ ഈ രണ്ട് ഹോർമോൺ ആണ് അല്ലേ. അപ്പൊ അതിനെ പറ്റിയുള്ള കാര്യങ്ങളും പറഞ്ഞു. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞതെങ്കിലും കുറച്ച് നേരമുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് നേരമുണ്ട്. രണ്ട് ക്വസ്റ്റ്യനേ പറഞ്ഞിട്ടേ ഉള്ളൂ. ഒരിക്കലും രണ്ട് ക്വസ്റ്റ്യൻ പറഞ്ഞു എന്നുള്ളതിലല്ല കാര്യം. നമ്മൾ പറഞ്ഞതിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അത് നിങ്ങൾക്ക് വീഡിയോ നല്ല രീതിയിൽ ഉപകാരപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. രണ്ട് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങളിതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കുക. പിന്നെ ഇതിന്റെ PDF ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യം ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് ഒരു ദിവസം കാണാം. താങ്ക് യു.